ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത്തെ ഈ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ഒരു ജീവനുള്ള പൈതൃകം നൽകിയിരിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം, നമ്പേഴ്സ് ചാപ്റ്റർ 12 വേഴ്സ് 6 ഇപ്രകാരം വായിക്കുന്നു: പിന്നെ അവൻ അരുളി ചെയ്തത്, എന്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവനു ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ ഒരുപാട് പ്രവാചകന്മാരെ കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവായ ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവം ഈ ഭൂമിയിൽ നടപ്പാക്കുവാൻ തക്കവണ്ണം പോകുന്ന ഓരോ കാര്യവും, തന്റെ ജനത്തിന്മേൽ നടപ്പാക്കുവാൻ തക്കവണ്ണം പോകുന്ന ഓരോ കാര്യവും, അവർക്ക് ജീവിക്കാനുള്ളതായ ഓരോ കാര്യവും, എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത്, എങ്ങനെ അവരോരോ പ്രവൃത്തി ചെയ്യണം, ദൈവത്തിങ്കിലേക്ക് എങ്ങനെ അടുക്കണം എന്നൊക്കെയും ഓരോ പ്രവാചകന്മാർ മുഖാന്തരം പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം അവരോട് അരുളി ചെയ്തതായിട്ട് കാണുന്നു. ഒരുപാട് പ്രവാചകന്മാരെ, മേജർ പ്രോഫിറ്റ്സ് ആൻഡ് മൈനർ പ്രോഫിറ്റ്സ്, ചെറുതും വലുതുമായ ഒരുപാട് പ്രവാചകന്മാരെ നമുക്ക് വേദപുസ്തകത്തിലുടനീളം കാണുവാനായിട്ട് സാധിക്കുന്നു. തങ്ങൾ ജീവിക്കുന്ന വഴി തെറ്റായ മാർഗമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം അവരിൽ ചെയ്യുവാൻ തക്കൊണ്ട് പോകുന്ന ന്യായവിധി മുന്നമേ കൂട്ടി അവരോട് അറിയിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവാചകന്മാരെ നിയമിച്ചിരുന്നു. ദൈവത്തിന്റെ ഓരോ കാര്യവും ചെയ്യുവാൻ തക്കൊണ്ട് പോകുന്ന ഓരോ കാര്യവും പ്രവാചകന്മാരെ മുന്നമേ കൂട്ടി അറിയിക്കുന്നതായിട്ട് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത് പ്രവാചകന്മാർ ദൈവത്തിൽ നിന്ന് ലഭിച്ച ദർശനം മുഖേന മറ്റുള്ളവരോട് അറിയിക്കുകയും അതിനനുസരിച്ച് ജനത്തെ അല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നതായിട്ട് തിരുവചനം കാണുന്നു. ആ പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കാതെ, ദൈവവചനം കേൾക്കാതെ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ഒടുവിൽ ന്യായവിധി അവരുടെ ഭവനത്തിൽ ആ ജനത്തിന്റെ ഇടയിൽ വരികയും അങ്ങനെ ആ ജനം നശിച്ചു പോവുകയും ചെയ്തതായിട്ട് തിരുവചനത്തിൽ നമുക്ക് പലയിടത്തും കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ഇവിടെ വായിച്ചു കേട്ടതായ വചനം, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ, എങ്ങനെയാണ് അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ, നമ്മൾ കാണുന്ന സ്വപ്നത്തിലൂടെ ഓരോ ദർശനങ്ങൾ ദൈവം നമുക്ക് നൽകും. നാം ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നടക്കുവാൻ തക്കവണ്ണം പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ തന്റെ ജനം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണം എന്നൊക്കെയും ഈ പ്രവാചകന്മാർ മുഖേന ദൈവം അരുളി ചെയ്യും. തിരുവചനത്തിനല്ലാതെ അന്ത്യ നാളുകളിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർക്ക് നൽകപ്പെട്ടതായ ആ ഒരു സമൂഹത്തിന് നൽകപ്പെട്ടതായ ഒരു പ്രവാചകിയാണ് സിസ്റ്റർ എലൻ ജി വൈറ്റ്. നമുക്കെല്ലാവർക്കും അറിയും. ഒരുപാട് പുസ്തകങ്ങൾ തന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് തന്നിൽ വെളിപ്പെടുത്തിയതുപോലെ ഒക്കെയും എഴുതിയതായിട്ട് കാണുന്നു. അതിൽ ചില പുസ്തകങ്ങൾ ആ വ്യക്തിയുടെ മാത്രം ഭാഷയ്ക്കനുസരിച്ച് ഒക്കെയും എഴുതിയതായിട്ട് കാണുന്നു. ആ ഒരു നിലവാരത്തിൽ എഴുതിയതായിട്ട് കാണുന്നു. പക്ഷെ നമ്മൾ ചില പുസ്തകങ്ങളൊക്കെയും വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ദൈവത്തോട് കൂടുതൽ എങ്ങനെ അടുത്ത് ജീവിക്കണം എന്നൊക്കെയും സിസ്റ്റർ വൈറ്റിന്റെ പല പുസ്തകങ്ങളിലും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങൾ, ഹെൽത്തിനെ കുറിച്ച്, ആരോഗ്യത്തെ കുറിച്ച്, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഏത് ഭക്ഷണം കഴിച്ച് ജീവിക്കണം, ദൈവത്തോട് എങ്ങനെ അടുത്ത് ജീവിക്കണം എന്നൊക്കെയും വളരെ വ്യക്തമായിട്ട് ആ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ളതായിട്ട് കാണുന്നു. പക്ഷെ ഇന്ന് പലരും അവരുടെ പുസ്തകങ്ങൾ, എഴുത്തുകൾ അംഗീകരിക്കാതെ പലരും അത് ഒഴിവാക്കുന്നതായിട്ട് കാണുന്നു. പലരും അത് ബൈബിളിനോട് തുല്യമായിട്ട് അതിനെ വെക്കുന്നു. പലരും ബൈബിളിന് മേളിലായിട്ട് അതിനെ വെക്കുന്നു. ബൈബിൾ മാറ്റി നിർത്തി ആ പുസ്തകം മാത്രമായിട്ട് പലരും അത് ഉപയോഗിക്കുന്നു ബൈബിളിന് പകരമായിട്ട്. പക്ഷേ സിസ്റ്റർ വൈറ്റിന്റെ എഴുത്തുകളിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഒരിക്കലും ബൈബിളിന് പകരമായ ഒരു പുസ്തകമല്ല എന്ന്. ഇത് നമ്മൾ വായിക്കണം. പക്ഷെ അതിലുപരി നാം വചനം വായിക്കണം. തിരുവചന വേദ പഠനം ഉണ്ടായിരിക്കണം. ബൈബിളാണ് നമുക്ക് പ്രയോറിറ്റി.
ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വേദപുസ്തകമാണ് അവന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഈ പുസ്തകമുള്ളൂ. നമ്മുടെ ആരോഗ്യ മേഖല, അങ്ങനെ പല മേഖലകളിലും നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നൊക്കെയും സിസ്റ്റർ വൈറ്റിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും പലരും അത് ഫോളോ ചെയ്യാതെ ജീവിക്കുന്നു. സിസ്റ്റർ വൈറ്റിന്റെ ഒരു നല്ലൊരു പുസ്തകമാണ് സ്റ്റെപ്സ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിങ്കിലേക്കുള്ള പടികൾ എന്ന് പറഞ്ഞ പുസ്തകം. വളരെ ഫേമസ് ആയ ഒരു പുസ്തകമാണ്. ഒരുപാട് ആളുകൾ വായിച്ചിട്ടുള്ളതായ പുസ്തകമാണ്. പലരുടെയും ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ളതായ പുസ്തകമാണ് ഈ ക്രിസ്തുവിങ്കിലേക്കുള്ളതായ പടികൾ. ഇത് ചെറിയൊരു പുസ്തകമാണ്. നമ്മൾ വായിക്കുമ്പോൾ, പ്രാർത്ഥനാപൂർവം നമ്മൾ ഇത് വായിക്കുമ്പോൾ, ഈ പുസ്തകം വായിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയും ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെയാണ് അതിന്റെ അടിസ്ഥാനങ്ങളൊക്കെയും വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പലപ്പോഴും പലരുടെയും അനുഭവം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം സാധിക്കും. നാം വചനം പഠിക്കുമ്പോൾ ഈ ഓരോ പുസ്തകങ്ങളും നാം വായിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുക. വായന നമ്മൾ ശീലമാക്കി മാറ്റുക. അന്ത്യനാളുകളിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർക്ക് നൽകപ്പെട്ടതായ ഒരു പ്രവാചകിയാണ് സിസ്റ്റർ വൈറ്റ്. വൈറ്റിലൂടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ദൈവാത്മാവ് പ്രവർത്തിച്ച് ആ സഹോദരി എഴുതിയിട്ടുണ്ട്. നാമും അത് വായിക്കുവാനായിട്ട് ശീലിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ, യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വായന ഒരു ശീലമാക്കുക. ഈ ഒരു പുസ്തകം നമ്മൾ വായിക്കാൻ തക്ക ശ്രമിക്കുക. ഇനിയുള്ള നാളുകളിൽ നാം ബൈബിൾ വായിക്കുന്നതിനൊപ്പം തന്നെ ആ സിസ്റ്റർ വൈറ്റിന്റെ പുസ്തകവും നമ്മൾ വായിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് പ്രയറാണ്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കൂടാതെ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. ഈ പൈശാചിക മണ്ഡലത്തിൽ നമുക്ക് പ്രാർത്ഥന കൂടാതെ ജീവിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് പേർ നെഗ്ലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കി കളയുന്നതും ഈ ഒരു പ്രാർത്ഥനയാണ്. ഒരു നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകുവാനായിട്ട് വലിയതായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസത്തിന്റെ പ്രഭാതം കാണുവാൻ തക്കവണ്ണം സഹായിച്ചു. പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. പല പല പുസ്തകങ്ങൾ കർത്താവേ നാളുകളിൽ അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്നു, സിസ്റ്റർ വൈറ്റിലൂടെ നൽകിയിരിക്കുന്നു കർത്താവേ. അതൊക്കെയും വായിക്കുവാനും അറിവ് നേടുവാനും അങ്ങയിൽ കൂടുതൽ ആശ്രയം ജീവിക്കാനുമായിട്ട് അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമക്കളെയും താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഓരോ സെക്ഷനായി പ്രാർത്ഥിക്കുന്നു. ദൈവവേലയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ ജന്മദിനം ആഘോഷിക്കുന്ന ഓരോ ദൈവമക്കളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം അടിയങ്ങൾ ചെയ്യുവാനിരിക്കുന്ന ഓരോ പ്രവൃത്തിയിലും അങ്ങയുടെ സാന്നിധ്യം കൂട്ടായ്മ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ.